മഹാഭാരത യുദ്ധത്തിൽ അനുശാസിക്കപ്പെട്ട യുദ്ധ നിയമങ്ങളും നിയമലംഘനങ്ങളും. ആദ്യം തന്നെ യുദ്ധം സൂര്യോദയത്തിന് ശേഷം തുടങ്ങി സൂര്യാസ്തമനത്തിന് അവസാനിപ്പിക്കുക. എന്നാൽ ഈ നിയമം അശ്വത്ഥാമാവിനാൽ ലംഘിക്കപ്പെട്ടു. യുദ്ധത്തിന്റെ 18-ാം നാൾ പാണ്ഡവ വിജയത്തിന് ശേഷം അവരുടെ പാളയത്തിൽ കടന്നു കയറി യുദ്ധപ്പക വീട്ടി അശ്വത്ഥാമാവ്. അതായത് പാഞ്ചാലിപുത്രന്മാരാകുന്ന ഉപപാണ്ഡവരായ 5 പാണ്ഡവപുത്രരെയും വധിച്ചു. അടുത്തതായി ഇരുപക്ഷത്തും സമ്മതമെങ്കിൽ രാത്രി യുദ്ധം ആകാം എന്നും നിയമത്തിലുണ്ടായിരുന്നു. അതുപ്രകാരം അർജുന സുഭദ്രാപുത്രനും ശ്രീകൃഷ്ണ അനന്തരവനുമാകുന്ന അഭിമന്യു യുദ്ധത്തിന്റെ 13-ാം നാൾ വധിക്കപ്പെട്ടു. അഭിമന്യു മരിച്ചതിൽ കുപിതനായ അർജുനൻ കുരുകുമാരന്മാർക്കും സൈന്യത്തിനു നേരെ അക്രമം അഴിച്ചുവിട്ടു. അന്നു രാത്രി അങ്ങനെ യുദ്ധത്തിന്റെ 13-ാം നാൾ രാത്രി നിശായുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ അരങ്ങേറി. അടുത്തതായി ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് തനിച്ചൊരു യോദ്ധാവിനെ ആക്രമിക്കരുത്. ഈ ഒരു നിയമലംഘനത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത് ആകുന്നു. മഹായോദ്ധാവും അർജുനപുത്രനുമാകുന്ന അഭിമന്യുവിനെ കൗരവർ വധിച്ചത് കൂട്ടത്തോടെ ആക്രമിച്ച് ആകുന്നു. ആ ദിനം കുരുപക്ഷത്തെ സൈന്യത്തെ നയിച്ചത് ദ്രോണരാകുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തെ നിസ്സഹായനാക്കി നോക്കി നിർത്തിക്കൊണ്ട് ഈ ക്രൂരമായ നിയമലംഘനം നടത്തി കുരുകുമാര സംഘം. അടുത്തതായി 2 പേർ തമ്മിൽ ദ്വന്ദ്വയുദ്ധം ആകാം. സുദീർഘമായ യുദ്ധത്തിൽ അവർ ഒരേ ആയുധങ്ങൾ വഹിച്ചോ ഒരേ വാഹനത്തിലോ, അതായത് ആന, തേർ, കുതിര എന്നിവ ആവണം. ഇങ്ങനെയൊരു നിയമവും പലതവണ ലംഘിക്കപ്പെട്ടിരുന്നു. അർജുനൻ കർണനെ വധിച്ചത് ധർമ്മ പുനഃസ്ഥാപനം എന്ന മഹത്തായ ലക്ഷ്യത്തിന് അരങ്ങേറിയ യുദ്ധമായതിനാൽ തന്നെ അത് നടപ്പാക്കുവാൻ അർജുനന് തെറ്റിന്റെ പക്ഷത്ത് നിലകൊണ്ട കർണവധം അനിവാര്യമായിരുന്നു. എന്നാൽ കർണൻ അതിശ്രേഷ്ഠനായ ഒരു യോദ്ധാവ് ആയിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ വധിക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. നിരായുധനും വാഹനത്തിൽ നിന്നും ഇറങ്ങി നിന്ന സമയത്ത് മാത്രമേ അദ്ദേഹത്തെ വധിക്കുക എന്നത് സാധ്യമാകുകയുണ്ടായിരുന്നുള്ളൂ. അടുത്ത നിയമം ഒരാൾ പോലും മറ്റുള്ളവരാൽ ചുറ്റപ്പെട്ട് ആക്രമിക്കരുത് എന്ന്. ഇത് മുൻപ് വിശദമാക്കിയിരുന്നു അഭിമന്യുവിൻ്റെ ഉദാഹരണത്തിൽ. അടുത്തതായി യുദ്ധത്തിൽ അടിയറവ് പറഞ്ഞവനെ മാന്യമായ യുദ്ധ തടവുകാരനാക്കി സംരക്ഷിക്കണം. കുരുക്ഷേത്ര യുദ്ധത്തിൽ പരസ്പരം ആരും അടിയറവ് പറഞ്ഞിരുന്നില്ല. അടുത്തതായി നിരായുധനെ ആക്രമിക്കരുത്. ഈ നിയമവും പലതവണയായി ലംഘിക്കപ്പെട്ടിരുന്നു. ശകുനിവധം, അഭിമന്യുവധം, കർണവധം എന്നിങ്ങനെ തുടങ്ങുന്നു അവ. അടുത്തത് അബോധാവസ്ഥയിലായവനെ ആക്രമിക്കരുത്. അഭിമന്യു ദുശാസന വധങ്ങൾ. ഉദാഹരണം: യുദ്ധത്തിൽ പങ്കെടുക്കാത്തവനെയോ മൃഗത്തെയോ ആക്രമിക്കരുത്. അശ്വത്ഥാമാവ് മൃതിയടഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ഭീമസേനൻ ഒരു ഗജത്തെ വധിച്ചിരുന്നു. അങ്ങനെ ഈ നിയമം ലംഘിക്കപ്പെട്ടിരുന്നു. അടുത്തതായി പിന്തിരിഞ്ഞോടിയവനെ പിന്തുടർന്ന് ആക്രമിക്കരുത്. ശകുനി ഭയന്ന് പിന്തിരിഞ്ഞ് ഓടിയവനായിരുന്നു. എന്നാൽ സഹദേവൻ അയാളെ പിന്തുടർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. സ്ത്രീകളെ ആക്രമിക്കരുതെന്ന് നിയമത്തിലുണ്ടായിരുന്നു. അത് കാരണം തന്നെ ശിഖണ്ഡിനിയെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കാഞ്ഞതും. അടുത്തത് ഓരോ ആയുധങ്ങളും അതിൻ്റെതായ നിബന്ധനകൾ പാലിച്ചാവണം യുദ്ധത്തിൽ ഏർപ്പെടുത്തുന്നത്. ഉദാഹരണം: അരയ്ക്ക് താഴ്പോട്ട് ഗദ കൊണ്ട് അടിക്കരുത് എന്ന്. എന്നിരുന്നാലും ദുര്യോധനനെ അപ്രകാരമാണ് വധിച്ചത്. അത് ഭീമസേനന്റെ പ്രതിജ്ഞ നടപ്പാക്കുകയായിരുന്നു. പാഞ്ചാലിയെ തന്റെ തുടകളിൽ ഇരിക്കുവാൻ വസ്ത്രാക്ഷേപ സമയത്ത് ദുര്യോധനൻ ആക്രോശിച്ചിരുന്നു. അപ്പോൾ ഉണ്ടായ ഭീമസേനന്റെ പ്രതികാരം നിന്റെ തുട തകർത്തുകൊണ്ട് നാം നിന്റെ മൃത്യു നിനക്ക് വിധിക്കുന്നതാകുന്നു എന്നായിരുന്നു ആ പ്രതിജ്ഞ. അതിനാൽ തന്നെ അതങ്ങനെ സംഭവിച്ചു.
അടുത്തതായി ന്യായരഹിതമായ പോരാട്ടത്തിൽ ആരും ഏർപ്പെടരുത് എന്ന്. എന്നാൽ ഈ വ്യവസ്ഥകൾ എല്ലാം മുൻപോട്ട് വെച്ച മഹാരഥികൾക്ക് പോലും ഈ ഒരു നിയമം ലംഘിക്കേണ്ടതായി വന്നിരുന്നു. ഇവയൊക്കെയാകുന്നു മഹാഭാരത യുദ്ധത്തിൽ മുന്നോട്ട് വെച്ച നിയമങ്ങളും അവയുടെ ലംഘനങ്ങളും.